നമസ്കാരം. ഞാൻ വന്നിരിക്കുന്നത് GCD കോയിൻ എടുത്തിരിക്കുന്ന ഓരോ സാധാരണക്കാരും അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്കും എങ്ങനെയാണ് വരുമാനം വരുന്നത് എന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നത് GCDയുടെ ഫൗണ്ടറായ ജയകുമാർ സാറാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമസ്കാരം. ഇന്ന് നമ്മുടെ ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്, അതായത് GCD ടോക്കൺ, ക്രിപ്റ്റോ കറൻസിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 10ഓളം ഫിസിക്കൽ പ്രൊജക്റ്റ് കൊണ്ടുവരുന്ന കമ്പനി. ആ 10ഓളം ഫിസിക്കൽ പ്രൊജക്റ്റ് നമ്മൾ ഇതിനു മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മുടെ വിഷൻ ആൻഡ് മിഷൻ, അതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് ഇന്ത്യയില് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ നിരവധി പ്രൊജക്റ്റുകളുള്ളത്. അത് റോഡായിക്കോട്ടെ, പാലമായിക്കോട്ടെ, മറ്റുള്ള പ്രൊജക്റ്റുകളായിക്കോട്ടെ, നമുക്ക് പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമാണ് ഇന്ന് നടക്കുന്ന വ്യവസായ രംഗങ്ങളെല്ലാം തന്നെ. പക്ഷെ ഇതെല്ലാം തന്നെ ചില വ്യക്തികൾക്ക് മാത്രമാണ് ഇന്ന് ആ ബിസിനസ് എല്ലാം ചെയ്യാൻ സാധിക്കുന്നത്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ വിഴിഞ്ഞം പദ്ധതിയിൽ അദാനി ഗ്രൂപ്പ് മാത്രമാണ് അതിനകത്ത് ടെൻഡർ വെച്ചത്. അപ്പൊ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകാൻ കാരണം ഇന്ന് ഇന്ത്യയിൽ കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള കോൺട്രാക്ടേഴ്സും അതുപോലുള്ള ആൾക്കാരെല്ലാം ഉണ്ടെങ്കിൽ പോലും അവരൊന്നും ആ ചങ്കൂറ്റം കാണിക്കുന്നില്ല. പക്ഷെ അദാനി ഗ്രൂപ്പിനാണ് ആ വിഴിഞ്ഞം പോർട്ടിന്റെ ടെൻഡർ കിട്ടിയിരിക്കുന്നത്. ഏകദേശം 40 വർഷത്തോളം കാലം അതിന്റെ വരുമാന സാധ്യതകളെല്ലാം തന്നെ ആ കമ്പനിക്കായിരിക്കും ലഭ്യമാകുന്നത്. തുച്ഛമായ ഒരു വരുമാനം മാത്രമായിരിക്കും ഗവൺമെന്റ് ലഭ്യമാകുന്നത്. അപ്പൊ ഇത്തരം വലിയ വലിയ പ്രൊജക്റ്റുകൾ ഇന്ന് ഇന്ത്യയിൽ വളരെയധികം നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ജനങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. ഇപ്പൊ അടുത്ത ഒരു ചെറിയ ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ ചേർത്തല നിന്ന് ട്രിവാൻഡ്രം വരെ 4 വരി പാതയുടെ റോഡ് വർക്ക് നടക്കുന്നു. അതിനെ ചുറ്റിപ്പറ്റിയൊക്കെ നിരവധി പാലങ്ങളുടെ പണിയും നടക്കുന്നുണ്ട്. ഇത് കോടാനുകോടി രൂപയുടെ പ്രൊജക്റ്റാണ് ഇവിടെ നടക്കുന്നത്. അത് കേരളത്തിൽ മാത്രം. ബാക്കി ഉള്ള സംസ്ഥാനങ്ങളിലും ഇതുപോലെ തന്നെ വലിയ വലിയ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പലപ്പോഴായിട്ടും വാർത്താ മാധ്യമങ്ങളിലെല്ലാം തന്നെ കാണുന്നുണ്ട്. റോഡിന്റെ വികസനം, പാലം, അതുപോലെ എല്ലാം തന്നെ കാണുന്നുണ്ട്. പക്ഷെ ഇത്തരം സാഹചര്യങ്ങളെല്ലാം തന്നെ ഇത് വ്യക്തിപരമായിട്ടുള്ള കോൺട്രാക്ടിങ് കമ്പനിയോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനികളായിരിക്കും അതൊക്കെ ചെയ്യുന്നത്. ഇതിനെ നമ്മളുടെ ഒരു കാഴ്ചപ്പാടില് ഇതെല്ലാം ജനീയമാക്കിക്കൊണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം സാധാരണ ജനങ്ങൾക്ക് കൂടി ലഭ്യമാകുന്ന രീതിയിൽ വേണം ഇത് മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ ആ സാഹചര്യം സൃഷ്ടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരത്തില് നമ്മുടെ GCD ടോക്കണിന്റെ കീഴിൽ വരുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പൊ ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ലൈസൻസ് തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത്. അത് 3ാമത്തെ വർഷത്തെ പ്രൊജക്റ്റാണ്. അപ്പൊ നമ്മൾ വിഭാവനം ചെയ്ത 10 പ്രൊജക്റ്റും ജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ മേഖലയും ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് അതിനെ നമ്മൾ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകളിലേക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് ഇൻവോൾവ്മെന്റ് ആയിക്കൊണ്ട് അതിന്റെ വരുമാനം ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോഴാണ് ഒരു രാജ്യം വികസിത രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഉൾപ്പെടുന്നത്. നമുക്കറിയാം, ഇന്ത്യയിൽ 140 കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ട്. ആ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയില് നമ്മുടെ രാജ്യം എത്ര കണ്ട് വികസിച്ചാലും അല്ലെ എത്ര കണ്ട് സാമ്പത്തിക ഭദ്രത ഉണ്ടായപ്പോഴും സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ അതൊരിക്കലും വികസിത രാജ്യങ്ങളുടെ പട്ടികയിൽ പിടിയേറ. ഒരു രാജ്യത്തിന്റെ വികസിത രാജ്യങ്ങളുടെ പട്ടികയിൽ പെടണമെങ്കിൽ അവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുപോലെ ജീവിക്കാനുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാവണം. ഇന്നും നമ്മുടെ രാജ്യം ലോകത്ത് 3ാം സ്ഥാനത്തേക്ക് എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും പല സിറ്റികളിലും പല മറ്റു മേഖലയിലും ചെന്ന് നോക്കിയാൽ തീരെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അത്തരത്തിലുള്ള ആൾക്കാരുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ സർക്കാരിന് എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പൊ സർക്കാരിന് ചെയ്യാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. അപ്പൊ ഈ രാജ്യത്ത് നടക്കുന്ന
അടിസ്ഥാന വികസന സൗകര്യങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള പ്രൊജക്റ്റുകളിലേക്ക് ജനകീയ പങ്കാളിത്തത്തോടുകൂടി തന്നെ അത് മുന്നിട്ട് വരികയും അതിൽ നിന്നും കിട്ടുന്ന വരുമാനം സാധാരണ ജനങ്ങളിലേക്കും കൂടി എത്തുമ്പോഴാണ് ആ താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് വരുമാനം ലഭ്യമാകുകയും അവരുടെ ജീവിത നിലവാരം ഉയർന്നു വരികയും ചെയ്യുന്നത്. അതല്ല എങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് കോടീശ്വരന്മാരെന്നും കോടീശ്വരന്മാരായി നിലകൊള്ളുകയും പാവപ്പെട്ടവരെന്നും പാവപ്പെട്ടവരായിട്ട് മാറുകയും ചെയ്യും. ഇപ്പൊ സർക്കാർ ഒരു പരിധി വരെയെങ്കിലും ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, താഴെത്തട്ടിലുള്ള ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മുടെ ചില പദ്ധതികൾ കൊണ്ടുവന്നിരിക്കുന്നത്. സാധാരണ ജനങ്ങൾക്ക് ഒരു അധിക വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഈ കുടുംബ യൂണിറ്റും അതുപോലെ തന്നെ കുടുംബശ്രീ അത് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് കൂടി ഉൾപ്പെടുത്തി കൊണ്ടാണ് അവർ വേണ്ട സപ്പോർട്ടെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഇത്തരം തൊഴിൽ മേഖല വർദ്ധിപ്പിച്ചുകൊണ്ട് കേന്ദ്രത്തിന്റെ സഹായം കിട്ടുന്ന രീതിയിൽ കുടുംബ യൂണിറ്റുകളും കുടുംബശ്രീയും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തു വരുന്നുണ്ട്. പക്ഷെ കേരളത്തിലെ അത്തരത്തില് കേന്ദ്രം നൽകുന്ന ഫണ്ടെല്ലാം വെറുതെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഫണ്ട് നമ്മുടെ ഇവിടെ നടക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ അത് വലിയ മെച്ചം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം റോഡ് സൈഡിലുള്ള പോച്ച പറിച്ചും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ശുചിത്വം ആക്കാൻ വേണ്ടിയിട്ടുള്ള ചില പ്രവർത്തികളിലേക്കാണ് അത്തരം ഫണ്ടെല്ലാം പോകുന്നത്. ഒരു മാസം തന്നെ ലക്ഷക്കണക്കിന് രൂപയാണ് അത്തരം ഫണ്ട് പോകുന്നത്. ആ സ്ഥാനത്ത് ഏതെങ്കിലും തരത്തിൽ ഫാക്ടറികളോ നിർമ്മാണ മേഖലയോ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ തൊഴിലുറപ്പ് പദ്ധതി അല്ലെങ്കിൽ ആ തൊഴിലുറപ്പ് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള നിർമ്മാണവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഫാക്ടറി ആണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാകുകയും ആ പ്രൊഡക്റ്റിൽ നിന്നൊരു വരുമാനം ഉണ്ടാകുകയും അത് നമുക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ പോവുകയും ചെയ്യും. നിലവിലെ സാഹചര്യം അനുസരിച്ചിട്ട് ഇതേപോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് നോക്കുമ്പോൾ ഇന്ന് കേരളത്തിലെ ഒരു മാസം എത്ര ലക്ഷം രൂപയാണ് നമ്മൾ ചെലവാക്കി കളയുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും വലിയ മെച്ചമില്ല. അപ്പൊ അത്തരം പദ്ധതികൾ സാമ്പത്തികപരമായിട്ട് അത് വളരെ പരാജയം തന്നെയായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ ഇതിൽ നിന്ന് മാറിക്കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രൊഡക്ടിവിറ്റികൾ അല്ലെങ്കിൽ ആ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഫാക്ടറികൾ നിർമ്മിച്ചുകൊണ്ട് അവർക്ക് തൊഴിൽ കൊടുത്തുകൊണ്ട് അതിൽ നിന്നും ഒരു വരുമാനം കൂടി കിട്ടുകയാണെങ്കിൽ അതൊരു രാജ്യത്തിന്റെ ഒരു സമ്പത്ത് കൂടിയായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ GCD ടോക്കൺ വിഭാവനം ചെയ്യുകയും അതിനകത്ത് മിഷനിലും ആ മിഷനിലൊക്കെ തന്നെ പറയുന്നത് 10 വർഷം കൊണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട മേഖലകളെല്ലാം തന്നെ ജനകീയമാക്കാനും അങ്ങനെ ജനകീയമാക്കിക്കൊണ്ട് ലഭ്യമാകുന്ന അതിന്റെ സമ്പത്ത് അതെല്ലാം തന്നെ സാധാരണ ജനങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് നല്ലൊരു ജീവിത സൗകര്യം കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് ഇന്ത്യയിൽ മാത്രമല്ല, നമ്മൾ ഓരോ രാജ്യത്തും ഇതിന്റെ പ്രവർത്തനമായിട്ട് പോകുമ്പോൾ അതാത് രാജ്യത്ത് വേണ്ടുന്ന എല്ലാവിധ സപ്പോർട്ടും നമ്മൾ നൽകുകയും ചെയ്യുന്നതാണ്.